ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡടി കപ്പിൾസ്. ഇന്ന് നമ്മൾ എന്നത്തെ പോലെ അടിപൊളി ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ഹാർഡ് ബോയിൽഡ് എഗ് ചലഞ്ച്. എന്താണ് ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് നമ്മളെ രാജ്യത്താത്ത പറഞ്ഞുതരും. പറ മോളെ അങ്ങോട്ട്. യെസ്, നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ബോയിൽഡ് എഗ് ആര് കഴിക്കുന്നുവോ അവരാണ് ഇന്നത്തെ വിജയി. അപ്പോൾ ആ വിജയിക്ക് നല്ലൊരു അടിപൊളി സമ്മാനമുണ്ട്. എന്നാൽ ഇതിനകത്ത് പരാജയപ്പെടുന്ന വ്യക്തിക്ക് ഏഴിന്റെ പണിയുമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും സമയം കളയാണ്ട് നേരെ നമ്മുടെ ചലഞ്ചിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗോ. അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ ചലഞ്ചിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. 2 പേർക്കും ഇതേ 10 വെച്ചിട്ടുള്ള മുട്ടകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് സമയത്തിന്റെ ഉള്ളിൽ നമ്മളുടെ മുട്ട ഏറ്റവും കൂടുതൽ ആര് തിന്ന് കഴിക്കുന്നുവോ അവരാണ് വിന്നർ. 2 പേർക്കും 10 മുട്ട വെച്ച് തന്നിട്ടുണ്ട്. ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ കൂടെ കഴിക്കാനായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് 2 പേർക്കും കഴിക്കാനായിട്ടുണ്ട്. 2 മിനിറ്റ് സമയമാണ് ആകെ നമുക്ക് മുന്നിലുള്ളത്. ടൈമർ ഉണ്ട് ഗൈസ്, ടൈമർ. യെസ്, അപ്പൊ നമുക്ക് എങ്ങനെയാക്കൂ സ്റ്റാർട്ട് ചെയ്യാം. യുദ്ധം തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഗോദയിലോട്ട് ഇറങ്ങാം. ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഗൈസ്? യെസ്, ഐ ആം റെഡി. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മള് 2 പേരും ഉള്ളോണ്ട് നമ്മൾ തന്നെ ടൈമർ ഓൺ ആക്കണം. അപ്പൊ എനിക്ക് അവിടെ ഒരു സെക്കൻഡ്സുകൾ വ്യത്യാസം സെക്കൻഡ്സിൽ ഞാൻ മുന്നേറാൻ നോക്കും. കാരണം ഞാൻ മാക്സിമം റെഡിയാണല്ലോ. യെസ്, ഓക്കെ സ്റ്റാർട്ട്. മുട്ട ആയതുകൊണ്ട് ഇച്ചിരി ഫാസ്റ്റാക്കി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറ്റാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ 2 മിനിറ്റ് സമയം അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ 1, 2, 3, 4, 5 5.5 മുട്ട ബാലൻസ് ഉണ്ട്. 1, 2, 3, 4 അരമുട്ടയുടെ ലീഡിങ്ങോട് കൂടിയിട്ട് നജിത വിന്നർ ആയിരിക്കുകയാണ്. ഇനി 7ന്റെ പണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞുതരാം. നമ്മുടെ മാർക്കർ പേന വായിൽ വെച്ചുകൊണ്ട് നമ്മൾ ചുമരിലൊരു പേപ്പർ ഒട്ടിക്കും. ആ പേപ്പറിനകത്ത് നമ്മൾ വാ കൊണ്ട് ക്ഷ എന്ന് എഴുതണം. അതാണ് നമ്മുടെ 7ന്റെ പണി. പരാജയപ്പെട്ടവർക്കുള്ള ജയിച്ചവർക്കുള്ള ഗിഫ്റ്റ് ഉണ്ട്. അത് നമ്മൾ വഴിയെ പറഞ്ഞു തരാം. അടുത്ത പരിപാടിയിലേക്ക് പോവാല്ലേ? യെസ്. അങ്ങനെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ അവസാനിച്ചു. ഇക്കു പൊറോട്ട ചലഞ്ചത്തെ പോലെ തന്നെ ഇതിനകത്തും വിന്നർ ആവുന്നുള്ള ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും ആകാംക്ഷയോടെ വന്നത്
എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇക്കു ആഗ്രഹിച്ച് മേടിച്ച ഗിഫ്റ്റ് ആണ് ഇത്. കാരണം അടിപൊളിയായിട്ടുള്ള ഒരു ഇയർബഡ്സ് ആയിരുന്നു. അപ്പോ ഇത് എനിക്ക് കിട്ടിയപ്പോൾ അതിന്റെ ഒരു ചെറിയ വിഷമം കൂടെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അര മുട്ടയുടെ ലീഡിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്. അതാണ് വേറൊരു ടിസ്റ്റ്. അതിനെക്കാട്ടിലും ടിസ്റ്റ് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ന്റെ പണിയാണ്. കാരണം വാ കൊണ്ട് മാർക്കർ പേര് വെച്ചിട്ട് ക്ഷ എന്ന് എഴുതണം. അപ്പോ ഞാൻ ഇത് പൊട്ടിക്കട്ടേക്കു. അൺബോക്സിംഗ്. യാ അല്ലാഹ്, ബിസ്മില്ലാഹ്. അടിപൊളി അടിപൊളി അടിപൊളി. ഒരുപാട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളറ് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റഡ് ആണ് കേട്ടോ. കാരണം അത് ആഗ്രഹിച്ച് മേടിച്ചതായിരിക്കും. വാവ്, അടിപൊളി അടിപൊളി കളറ്. കാരണം ഒരു കൈവിട്ടുപോയി. എനിവേ ഇതിന്റെ ഒരു റിവ്യൂ കൂടെ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. എനിവേ എനിക്ക് ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നത്തിങ്ങിൻ്റെത് CMF-ന്റെ ബഡ്സ് 2A ആണ് ഗൈസ്. അടിപൊളി സാധനമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിവേ എന്തായാലും അടിപൊളി സാധനമായിരിക്കും. മേ ബി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. കൈവിട്ട് പോയി ഗൈസ്, കൈവിട്ട് പോയി. നമ്മൾ വേറെ നോക്കേണ്ടിയിരിക്കുന്നു. അന്ന് ഇതുപോലത്തെ ടാസ്കുകളുമായിട്ട് വന്നാൽ അതും പോകുന്നതായിരിക്കും എന്ന് ഞാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അത് മേടിച്ചോണ്ട് വരുന്നതായിരിക്കും ഗൈസ്. അതിനെ യൂസ് ചെയ്തിട്ടേ ഞാൻ പുറത്തെടുക്കുള്ളൂ. അപ്പൊ നമുക്കിനി കഴിഞ്ഞിട്ടില്ല, പരിപാടി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ 7ന്റെ പണിയിലോട്ട് പോകാം. ആരെങ്കിലും ഉള്ളോ? ഇനിയിപ്പോ പോവല്ലേ? Yes. Okay. Come on. Come on everybody. Come on. അപ്പൊ അങ്ങനെ 7ന്റെ പണി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്കു ഇവിടെ ആഗ്രഹമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 7ന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കയ്യിലിരിക്കുന്ന മാർക്കർ പേന വായിലോട്ട് വെക്കണം. എന്നിട്ട് അതിന് ശേഷം ദേ ഈ കാണുന്ന വൈറ്റ് പേപ്പറിൽ ക്ഷ എന്ന് എഴുതണം. ക്ഷ എഴുതണം. യെസ്, അത് തന്നെ. തമ്പുരാനെ, നേരത്തെ അറിഞ്ഞിട്ടെങ്കിൽ കുറെ കൂടെ ട്രൈ ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് കിടക്കാം. ഓക്കെ, നല്ല വൃത്തിയായിട്ടൊക്കെ എഴുതണം കേട്ടാ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. എവിടേക്കോ എന്തോ ചെറിയ തകരാറ് പോലെ. എന്നാലും അക്ഷ നിങ്ങളൊന്ന് കാണണം. അപ്പൊ 7ന്റെ പണിയാണെങ്കിലും ഇത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് എനിക്കും കൂടെ ഒന്ന് എഴുതി നോക്കണം എന്നുള്ളത്. അപ്പൊ ഞാനും കൂടെ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ട് 7ന്റെ പണി സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇക്കൂനൊരു വിഷമം വരാൻ പാടില്ല. എനിക്ക് വിഷമമില്ല, എന്നാലും ഓക്കെ. അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളെ നാജിത്താത്ത എന്നെ പോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. നീ ട്രൈ ചെയ്ത് ഞാന് 7ന്റെ പണി മേടിക്കോ എന്തോ. നിങ്ങൾ ഇങ്ങനെയെങ്കിലും എഴുതി ഒപ്പിച്ച്. ഇത് എന്റെ ഒരു എന്താണ് പറഞ്ഞത്, എന്റെ കലാവിരുദ്ധാണ്. എന്നാലും എനിക്ക് നിങ്ങൾ എഴുതുന്ന കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പൊ എനിവേ എന്തായാലും നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല ഗൈസ്. എന്തായാലും പെട്ടെന്ന് ആ ചലഞ്ചിലോട്ടേക്ക് പോവാതായിരിക്കുന്നു. പിടിച്ചോളൂ. 7ന്റെ പണി എന്നെ പണി മേടിക്കോ? പെട്ടെന്ന് നാളെ കെടുവോ? ഇല്ലല്ല, ബാക്കി മുട്ട ഇരിക്കണ കഴിക്കണം നമുക്ക്. പെട്ടെന്ന് എനിവേ എനിക്കിത് എത്തൂലക്കൂ.
ഞാൻ പണ്ടേ ഇതിന് ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നെ കൊണ്ട് പറ്റും. ഓ മൈ ഗാഡ്, രണ്ടും ഒരേപോലെ. എന്താണ് ഏകദേശം ഇത് ഇക്കുരത് കിക്കു, ഇത് നാജി. അങ്ങനെ ഗൈസ് നമ്മൾ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നു ഗൈസ്. രണ്ടുപേരും എഴുതിയത് ഒരുപോലെയൊക്കെ തന്നെ ഏകദേശം. അതങ്ങനെയല്ലേ, നമ്മൾ മേ ഫോർ ഈച്ച് അതർ അല്ലേ കു. ഗൈസ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി ഗൈസ്. അപ്പൊ നമുക്കിനി രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നിട്ട് വൈൻഡപ്പ് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അടിപൊളി ചലഞ്ചിങ് വീഡിയോയും 7ന്റെ പണിയും എല്ലാം കൂടെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക ഗൈസ്. ഇതിൽ നിന്ന് അടിപൊളി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും this is Foodie Couple signing off.